ബയോസ്റ്റാറ്റിക്സിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് റേഞ്ചാണ് കേട്ടോ. റേഞ്ച് ഒരു പ്രോബ്ലം തന്നാൽ, ഒരു സെറ്റ് ഓഫ് ഡാറ്റ തന്നിട്ട് അതിനകത്ത് ഇത് റേഞ്ച് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റേഞ്ചിൻ്റെ ഫോർമുല R=L-S എന്നുള്ളതാണ്. ഇതിൽ L എന്ന് പറയുന്നത് ലാർജസ്റ്റ് വാല്യൂ ഇൻ ദ അറേയും എസ് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് വാല്യൂ ഇൻ ദ അറേയുമാണ്. നമുക്കൊരു എക്സാമ്പിളായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വരികയാണ്, ഫൈൻഡ് ഔട്ട് ദ റേഞ്ച് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഇതാണ് നമ്മളുടെ ഡാറ്റ എന്ന് വിചാരിക്കുക. 3, 2, 1, 4, 6, 8 ഇങ്ങനെ ഒരു ഡാറ്റയാണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവരെ അറേയായിട്ട് അറേഞ്ച് ചെയ്യണം. അതായത് ഒന്നെങ്കിൽ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. നമുക്കിവിടെ അസെൻഡിങ് ഓർഡറിൽ തന്നെ ചെയ്യാം അല്ലേ. 1, 2, 3, 4, 6 and 8 ഇതാണ് അറേ. ഇനി നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. R=L-S. ഇതിൽ L എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ചെയ്താൽ മതി, നോക്കിയാൽ മതി അല്ലേ. വാല്യൂസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ലാർജസ്റ്റ് വാല്യൂ, ഇതാണ് L. സ്മോളസ്റ്റ് വാല്യൂ എത്രയാണ്? 1 അല്ലേ. ഇനി അത് ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ R=L-S ദാറ്റ് ഈസ് ഈക്വൽ ടു ലാർജസ്റ്റ് എത്രയായിരുന്നു? 8 - 1 അതായത് 7. ഇതാണ് നമ്മളുടെ റേഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ റേഞ്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ലാർജസ്റ്റ് വാല്യൂ ഇൻ ദ അറേ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ, അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മീനിലേക്ക് പോവാം. അരിത്മെറ്റിക് മീൻ നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസും ഇൻഡിവിജ്വൽ സീരീസുമാണ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. ഇൻഡിവിജ്വൽ സീരീസും ഉണ്ട്, ഡിസ്ക്രീറ്റ് സീരീസും ഉണ്ട്. ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ എക്സ് ബാർ അല്ലെങ്കിൽ മീൻ കാണാനായിട്ട് σf/n ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് σx/n അല്ലെങ്കിൽ σx/f എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. σx/n ഇത് σfx/n. ഈ രണ്ട് ഇക്വേഷൻസ് ഫോർമുലാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഇൻഡിവിജ്വൽ സീരീസിൻ്റെ, ഇത് ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ. ഇനി ഇൻഡിവിജ്വൽ എന്താണ്, ഡിസ്ക്രീറ്റ് സീരീസ് എന്താണെന്ന് ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണ്, ഫൈൻഡ് ഔട്ട് ദ മീൻ ഫ്രം ഫോളോയിങ് ഡാറ്റ. ഇങ്ങനെ കുറേ വാല്യൂസ് തന്നേക്കാമെന്ന് വിചാരിക്കുക. 3, 4, 0 വരത്തില്ല, 1, 6 ഇങ്ങനൊരു ഡാറ്റ കിട്ടി. ഇതിനെ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് ഡാറ്റ ഇങ്ങനെ കിട്ടി നമുക്ക്. ടാബുലർ കോളമൊക്കെ വരച്ചിട്ട് നമ്പർ ഓഫ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നോ അല്ലെങ്കിൽ മാർക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ അതിൽ 10 മാർക്ക്, 15 മാർക്ക്, 20 മാർക്സ്, 30 മാർക്സ്. അതിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 4, 3, 2, 6 ഇങ്ങനെ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് ഡിസ്ക്രീറ്റ് സീരീസ് കേട്ടോ. ഇത് തമ്മിൽ തിരിച്ചറിയാൻ അറിയണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂസ് മാത്രമേ ഉള്ളൂ, അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു എന്നുള്ള ഫ്രീക്വൻസി കാണിക്കുന്നില്ല. അങ്ങനെ വരുന്ന ഡാറ്റയാണ് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത്. ഇത് എക്സ് വാല്യൂസും ഉണ്ട്, അതിൻ്റെ കൂടെ അത് ഓരോ പ്രാവശ്യം എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓരോ എക്സിൻ്റെയും ഫ്രീക്വൻസി എന്താണെന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന ഡാറ്റയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം വീതം ചെയ്യാം. ആദ്യം നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിൻ്റെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യാം? നമുക്കൊരു പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ദ മീൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. എന്നിട്ട് അതിനൊരു ക്വസ്റ്റ്യൻ തരാണ്, ദ നമ്പർ ഓഫ് പ്ലാന്റ്സ് ഇൻ ആൻ ഏരിയ ഇസ് ഗിവൺ ഇൻ എ ടേബിൾ ബിലോ. ഫൈൻഡ് ഔട്ട് ദ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്പർ, ഓരോ സ്ഥലത്തെ പ്ലാന്റ്സിൻ്റെ നമ്പർ തന്നിരിക്കുക. ഒരു സ്ലോട്ട് എയിൽ 2, സ്ലോട്ട് ബിയിൽ 4, സ്ലോട്ട് സിയിൽ 6, 3, 2 ഇങ്ങനെ 5 ഇങ്ങനെ ഒരു ഡാറ്റ നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതിനെ നമുക്ക് എക്സ് എന്ന് പറഞ്ഞ് എഴുതുമ്പം നമുക്ക് വേണ്ടത് എന്താണ്? σx/n. ഇതിൽ σx എങ്ങനെ കാണാം? ഇവരെ എല്ലാവരെയും കൂടെ ആഡ് ചെയ്യുക. 2, 4, 6, 3,
5. ഇവരെല്ലാവരും കൂടെ ആഡ് ചെയ്താണ് സിഗ്മ എക്സ്. 2 + 4 6, 6 + 6 12 + 3 15 + 5 20. 20 ആണ് സിഗ്മ എക്സ്. എൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്? 1 2 3 4 5 5 വേരിയബിൾ അല്ലേ ഉള്ളത്? 1 2 3 4 5 5 വേരിയബിൾ. ഇനി നമുക്ക് എക്സ് ബാർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സിഗ്മ എക്സ് ബൈ എൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 20/5, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ആൻസർ കിട്ടിയോ? മനസ്സിലായോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്? നമുക്ക് ഒരു ഡിസ്ക്രീറ്റ് സീരീസ് കിട്ടിക്കഴിഞ്ഞാൽ, ഇൻഡിവിജ്വൽ സീരീസ് കുറച്ച് വാല്യൂസ് മാത്രം നമുക്കിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിൻ്റെ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യുക. 2 3 9 4 10 ഇങ്ങനെ ഒരു സീരീസ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സിഗ്മ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. സിഗ്മ എക്സും കാൽക്കുലേറ്റ് ചെയ്യണം, എന്നും കാൽക്കുലേറ്റ് ചെയ്യണം. എൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് നമ്പർ കൗണ്ട് ചെയ്താൽ മതി. 1 എത്ര വേരിയബിൾസ് ഉണ്ട് ഇവിടെ? 1 2 3 4 5 5 വേരിയബിൾസ് ഉണ്ട്. അതുകൊണ്ട് എൻ എന്ന് പറയുന്നത് 5 ആണ്. ഇനി സിഗ്മ എക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 2 + 3 + 9 + 4 + 10 അല്ലേ? 2 + 3 5, 5 + 9 14 + 4 18 + 10 28. ഓക്കെ, അപ്പോൾ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 28/5, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എത്ര വരും? 28/5 ചെയ്യുമ്പോൾ 28/5 5 25 ബാലൻസ് 3 0 6 കേട്ടോ. 5.6 സംതിങ് വരും ആൻസർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക? മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നമുക്ക് അതിൻ്റെ ഡിസ്ക്രീറ്റ് സീരീസ് വെച്ചിട്ട് ചെയ്യാം. ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസിയും കൂടെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ടാബ്ലർ കോളൊക്കെ ഇട്ടിട്ടൊരു പ്രോബ്ലം വരുവാന്ന് വിചാരിച്ചോ. ഫൈൻഡ് ഔട്ട് മീൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഓക്കെ, നമ്പർ ഓഫ് ഇങ്ങനെ എന്തെങ്കിലും ആട്ടോ, ഒരു എക്സും വൈയും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ടേബിൾ തന്നു എന്ന് വിചാരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ മാർക്കും നമ്പർ ഓഫ് സ്റ്റുഡൻസും ഇങ്ങനെ ഒരു ഡാറ്റ തന്നു വിചാരിച്ചോ. 5 മാർക്ക്, 8 മാർക്ക്, 9 മാർക്ക്, 10 12 ഇങ്ങനെ. ഇതെന്താ? സുവോളജിയുടെ മാർക്കാണെന്ന് വിചാരിച്ചോ. അതായത് സുവോളജിയുടെ ടെസ്റ്റ് പേപ്പർ ഇട്ടിട്ട് മാർക്ക് കൊടുത്തേക്കുവാണ്. 5 മാർക്കുള്ള കുട്ടികളുണ്ട്, 8 മാർക്കുള്ള കുട്ടികളുണ്ട്, 9 കിട്ടിയവരുണ്ട്, 10 കിട്ടിയവരുണ്ട്, 12 കിട്ടിയവരുണ്ട്. 5 മാർക്ക് കിട്ടിയത് ഒരു 4 പേർക്കാണെന്ന് വിചാരിച്ചോ. 8 കിട്ടിയത് ഒരാൾക്ക്, 9 കിട്ടിയത് ഒരു 2 പേർക്ക്, 10 ഒരു 3 പേർക്ക്, 12 ഒരു 2 പേർക്ക് എഗെയിൻ കിട്ടിയെന്ന് വിചാരിച്ചോ. ഇതാണ് നമ്മുടെ ഡാറ്റ. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. മനസ്സിലായോ? ഇങ്ങനൊരു ടേബിൾ, അതായത് എക്സും എക്സിൻ്റെ ഫ്രീക്വൻസിയും എത്ര ടൈംസ് എക്സ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ആ ഫ്രീക്വൻസിയാണ് ഈ 4 1 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണിച്ചേക്കുന്നത്. അങ്ങനത്തെ ഡാറ്റ തരുന്നാലാണ് നമ്മൾ അതിൻ്റെ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ എക്സ് ബാർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ, അല്ലെങ്കിൽ സിഗ്മ എഫ് എന്നും പറയാം. ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ടാബ്ലർ കോളം അങ്ങോട്ട് വരയ്ക്കണം. ഓക്കെ, ടാബ്ലർ കോളത്തിൽ എന്തൊക്കെ വരണം? എക്സ് വേണം, എഫ് വേണം. ഇത് രണ്ടും ക്വസ്റ്റ്യനകത്ത് ഓൾറെഡി ഉണ്ട്, എക്സും എഫും. എന്താണ് എക്സ്? എക്സ് താഴെ എഴുതാം. 5 8 9 10. ചെയ്യാനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഈ ലാസ്റ്റത്തെ കോളം കളയുവാണേ. ഇത്രയും മതി കേട്ടോ. ഇത്രയുള്ളതെന്ന് വിചാരിച്ചോ, സ്ഥലം തികയാത്തതുകൊണ്ട് കേട്ടോ. ദെൻ എഫ് ഫ്രീക്വൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 4 കണ്ടോ, ഈ താഴെ തന്നിരിക്കുന്ന വാല്യൂസ്. 5 മാർക്ക് കിട്ടിയ 4 പേര്, അതാണ് ഫ്രീക്വൻസി. 8 മാർക്ക് കിട്ടിയത് ഒരാൾക്ക്, 9 മാർക്ക് കിട്ടിയത് 2 പേർക്ക്, ദെൻ 10 മാർക്ക് കിട്ടിയത് 3 പേർക്ക്. ഇതാണ് എഫ്. ഇനി അടുത്ത് നമുക്ക് എന്താ വേണ്ടത്? എഫ് എക്സ്, എഫ് ഇൻറ്റു എക്സ്. കാര്യം നമുക്ക് ഇക്വേഷനകത്ത് വേണ്ടത് സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്നാണ്. അതുകൊണ്ട് എഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് ഇൻറ്റു എക്സ് എത്രയാണ്? ആദ്യത്തത് 20, രണ്ടാമത്തത് 8 × 1 8,
എഗെയിൻ 9 ഇൻറ്റു 2 18. ഇനി 10 ഇൻറ്റു 3 10 ഇൻറ്റു 3 30. ഓക്കെ, ഇനി ഇതിൻ്റെ സിഗ്മ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിൻ്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് സിഗ്മ എഫ് എക്സ്. അതായത് 20 + 8 + 18 + 30. അതാണ് എന്ത്? സിഗ്മ എഫ് എക്സ്. 30 + 18 എത്രയാണ്? 48. 48 അല്ലേ? 48 + 8 56 + 20 76 ആണെന്ന് തോന്നുന്നു കേട്ടോ. സിഗ്മ എഫ് എക്സ് എത്രയാണ്? 76. ഇനി എൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സിഗ്മ എഫ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് തന്നെയാണ്. ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്യുക. 4 + 1 + 2 + 3. എത്രയത്? 4 + 1 5, 5 + 2 7 + 3 10 ആണോ? 5 + 5 10. അപ്പോൾ 76 / 10 അതെത്രയാണ്? 7.6. ഇതാണ് നമ്മളുടെ മീൻ. 7 പോയിൻ്റ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. 7.6. മനസ്സിലായോ? മീൻ തന്നെ നമുക്ക് ഇൻഡിവിജ്വൽ സീരീസും കാണണം, ഡിസ്ക്രീറ്റ് സീരീസും കാണണം. ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ സിഗ്മ എഫ് ബൈ എൻ അല്ലേ? സിഗ്മ എക്സ് ബൈ എൻ. ഇനി ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ സിഗ്മ എഫ് എക്സ് ബൈ എൻ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ?